വിവോയുടെ വിവോ V27 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V27 4G എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. അത് നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 6.64 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. പിന്നെ LCD പാനലായിരിക്കും ഇതിൽ വരിക. അതുപോലെ തന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചായിരിക്കും വരിക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനൊന്നും വരാൻ സാധ്യതയില്ല. പിന്നെ ഡിസ്പ്ലേയിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും വരിക. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 600 നിറ്റ്സ് ആയിരിക്കും. അതിന് മാത്രം മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആയിരിക്കും ഇതിൽ വരിക. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഒരു ഫുൾ HD റെസൊല്യൂഷൻ വരുന്നതായിരിക്കും. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഫോണിൻ്റെ വെയിറ്റ് വരിക 190 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 8 mm ആയിരിക്കും. ഈ ഫോണിൽ IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഫോണിൻ്റെ ഗ്രീന്, ബർഗണ്ടി, അതുപോലെ തന്നെ ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ helio G85 എന്നുള്ള പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു 4G പ്രോസസ്സറാണ്. ബേസിക് ആയിട്ടുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നടന്നു പോവേണ്ടതാണ്. എന്തായാലും പ്രൈസിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. പിന്നെ 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. മാക്സിമം 4G സപ്പോർട്ടായിരിക്കും വരിക. ഈ ഫോണിൽ 6GB റാമും 128GB ഇൻറ്റേർണലും വന്നേക്കാം. എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 6GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 3.5 mm മോഡി ജാക്കൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 മെഗാ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ രണ്ടാമത് 2 മെഗാ ഒരു സെൻസറും വന്നേക്കാം. ഫ്രണ്ടിൽ 8 മെഗാ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഇതിൽ 5000 mAh ബാറ്ററി വന്നേക്കാം. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും അടുത്ത് തന്നെ ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വിവോ V സീരീസിൽ വരുന്ന ഫോണാണ്. അപ്പം അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. കുറച്ചൊക്കെ ഓവർ പ്രൈസ്ഡായിരിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഫോൺ ചിലപ്പം ഒരു 13,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ലോഞ്ച് ചെയ്തേക്കാം എന്നാണ്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വിവോയുടെ വിവോ V27 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളിത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.